ചെറിയാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു എന്ന വാദക്കാരനാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു, താടിയുള്ളപ്പനെ പേടിയുണ്ട്, കുനിയാൻ പറയുമ്പോൾ ഇഴയുന്നു തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഇവിടെ ചേരുംപിടി വേണമെങ്കിൽ ചേർക്കാമായിരുന്നു സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എന്താ വിഷയം എന്ന് പറയുന്നത്, 2023 എന്ന് പറയുന്ന വർഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിട്ട ഏറ്റവും കൊടിയ പീഡനങ്ങളുടെ വർഷമാണ്. അക്കാര്യത്തിൽ ഞാൻ നേരത്തെ ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ഒരു ഫാദറിനോടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ആയിരിക്കാമെന്നാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം, വൃദ്ധാശ്രമം നടത്തുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആണ് അത് എന്നുള്ളത്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കണക്കുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. നോക്ക്, ഇത് ഇങ്ങനെ ഒരു വർഷ കാലഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സംഘടിപ്പിച്ച് നിർത്താൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അവിടെ ഇപ്പോൾ വിരുന്ന് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈനും കേക്കും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന പരിപാടിയല്ല. എല്ലാവർക്കും ഇത് വെറും നമ്മൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അവിടെ വലിയ ബിസിനസ്സുകാരുണ്ട്, NRIs ഉണ്ട്, കായിക മേഖല അടക്കമുള്ള വ്യത്യസ്ത രംഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവരായിട്ടുള്ള പ്രമുഖരുണ്ട്. ഇവരെല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം പലതരത്തിൽ അപദാനങ്ങൾ പാടിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരിടത്ത് പോലും മണിപ്പൂർ എന്ന വാക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നിലയിലുള്ള പരാമർശങ്ങളല്ല, അതിനേക്കാൾ കടുത്ത പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ആവശ്യമായിരുന്നു. അതാണ് സജി ചെറിയാൻ വളരെ മൃദുമായ ഭാഷയിൽ പറഞ്ഞത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. എന്താ ഇവിടെ പ്രശ്നം? ദ ഹിന്ദുവിൽ 2 മാസം മുമ്പ് വന്ന വാർത്തയുണ്ട്. 6 സംഘടനകൾക്കാണ് FCRA റദ്ദ് ചെയ്തിട്ടുള്ളത്. അതിൽ 4 എണ്ണവും ക്രൈസ്തവ സഭകളുടേതാണ്, ക്രൈസ്തവ സംഘടനകളുടേതാണ്. FCRA എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഫണ്ട് വരുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതി. ഈ അനുമതി ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പണം പുറത്തുനിന്നുണ്ടാകില്ല. പല സഭകളും പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ നിലയിൽ ക്രൈസ്തവ സഭകളുടെ FCRA അനുമതി നിർത്തലാക്കുന്നു എന്നുള്ളൊരു ഭീഷണി ഡെമോക്രസിൻ്റെ വാൾ പോലെ പല സഭകളുടെയും മുന്നിൽ നിൽക്കുന്നു. 2, പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് വീസ ലഭിക്കണം. ആ നിലയിൽ വീസ ലഭിക്കുന്നത് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ അതും വലിയ ബുദ്ധിമുട്ടാകും. അതായത് ക്രൈസ്തവരായിട്ടുള്ള സാധാരണക്കാരായ വിശ്വാസികൾ അക്രമം നേരിടുന്നതല്ല പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം FCRAയുടെ അനുമതിയാണ്, ഞങ്ങളുടെ പ്രശ്നം വീസയാണ്. ബിഷപ്പുമാരുടെ ജീവിത രീതിയൊക്കെ വളരെ സമ്പന്നതയിലുള്ള ജീവിത രീതിയാണെന്ന് ആ സഭയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വിമർശനം ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ സുഖലോലുപത, ഞങ്ങളുടെ സമ്പന്നത, അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ ദേവാലയങ്ങളുടെ അൾത്താരെ അടിച്ചു തകർക്കുന്നതോ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ശാരീരിക ആക്രമണം നേരിടുന്നതോ ഒരു വിഷയമല്ല എന്ന് കാണുന്ന ബിഷപ്പുമാർ അവിടെ പോയപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്നുള്ളതാണ്. അതിനെ ഉചിതമായ വാക്കുകൾ കൊണ്ടാണ് സജി ചെറിയാൻ പ്രസംഗത്തിൽ പരാമർശിച്ചത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. Meet the editors.